ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൂൺ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. കൂൺ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ പോലും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, അവർക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു കറി ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ കുബൂസിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ചൂടായി വന്ന് ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായി വന്നതിലേക്ക് ഇതുപോലെ ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ പൊടിയായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് ഈ ഓയിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് മഷ്റൂമാണ്. അപ്പോൾ ഇതുപോലുള്ള ബട്ടൺ മഷ്റൂമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഈ ഒരു മസാലയിൽ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇഞ്ചിയോ വെളുത്തുള്ളി അതൊന്നും ഇപ്പോൾ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്ത മഷ്റൂം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് അടച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും ഈ മഷ്റൂമൊക്കെ നല്ലോണം വെന്ത് വരും. അങ്ങനെ ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. മഷ്റൂമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനായി ഞാൻ ഇതുപോലെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ലോണം ചൂടായി വന്നതിന് ശേഷം കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ബട്ടർ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഇതൊരു സോസാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഈ സമയം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ബട്ടറൊക്കെ ഒന്ന് മെൽട്ടാക്കി എടുക്കാൻ, ഇല്ലെങ്കിൽ ബട്ടറൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഇപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഞാൻ വെളുത്തുള്ളി ഇതിലേക്ക് ചെറുതായി ഇതിങ്ങനെ കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബട്ടറിലിട്ട് വെളുത്തുള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സമയം ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ച് വേണം ചെയ്യാനില്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടി കരിഞ്ഞു പോകും. അങ്ങനെ ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ സമയം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മൈദ ഇത് ബട്ടറിലിട്ടൊന്ന് ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ എടുത്തിട്ട് നേർപ്പിച്ചെടുത്ത പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള പാൽ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈയെടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു ക്രീം ടെക്സ്ചറായിട്ട് വരും. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതോടൊപ്പം തന്നെ അല്പം ഒറിഗാനോവും പിന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളത് ക്രഷ്ഡ് പെപ്പറും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴേക്കും ഇത് കുറച്ചൊരു തിക്കായി വരും. അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു മഷ്റൂം റെസിപ്പിയാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത്. അല്ലെങ്കിൽ ഇതൊരു മധുരത്തിൻ്റെ ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കുറച്ച് പെപ്പറൊക്കെ ചേർത്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് സ്പൈസി ആയിട്ട് കിട്ടും. ഇനി ഈ തയ്യാറാക്കിയെടുത്ത സോസ് നേരത്തെ നമ്മൾ ചെയ്തെടുത്ത മഷ്റൂം മസാലയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു വൈറ്റ് സോസാണ് ഇതിലേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതൊരു വൈറ്റ് സോസാണ് ഇതിലേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം.
അപ്പോൾ ഈ ഒരു റെസിപ്പി കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഓവറായിട്ട് മസാലയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. കഴിക്കാൻ നല്ലൊരു ക്രീമി ടേസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഇനി ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കാനില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇത്രയും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊരു ഡിന്നറിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കറി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഫാമിലീസിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.